ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതെൻ്റെ പുതിയ വ്ളോഗാണ്. നോമ്പിന് മുന്നെടുത്ത വ്ളോഗാണ്. ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഫുള്ളിരുന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വ്ളോഗ് എന്ന് പറയുന്നത് എളാപ്പൻ്റെ മോൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാൻ പോയിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇത്. കൂട്ടിലങ്ങാടി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വത്തക്കവെള്ളം കണ്ടു. ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ വത്തക്കവെള്ളം അൺലിമിറ്റഡ് വത്തക്കവെള്ളം എന്ന് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. വത്തക്കവെള്ളം നമ്മളങ്ങനെയല്ലേ പ്രൊനൗൺസിയേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ വത്തക്കവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ചിട്ടോ. ഭയങ്കര എന്തോ ഒരു ആ ചൂടത്തത് കിട്ടി ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് വത്തക്കവെള്ളം ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ. കാക്കാനോട് ഒരു ബഹുമാനമൊക്കെ തോന്നി. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ട്രോളാട്ടെ എല്ലാവരും കൂടെ. അതിൻ്റെ ഇടയിൽ അവനെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റാവും, സോ നിങ്ങളിപ്പോൾ വരണ്ട, വന്നാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യിക്കാരും, അതുകൊണ്ട് ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ടൈം ഉണ്ടായിരുന്നു. ഞാനും രണ്ടാമത്തെ ഇത്താത്തയും പിന്നെ കുഞ്ഞാമ്മ കേട്ടോ പോകുന്നതിന് ഞങ്ങളുടെ കൂടെ. കുഞ്ഞാമ്മ മീൻസ് എളാപ്പാൻ്റെ വൈഫ്. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത്. ഇത്താത്ത പറയുമ്പം ഹസ്ബൻഡിൻ്റെ കാക്കാൻ്റെ വൈഫ്, രണ്ടാമത്തെ കാക്കാൻ്റെ വൈഫ്. രണ്ടാമത്തെ കാക്ക പോലീസിലാട്ടോ, SI ആണ്, MSP SI ആണ്. അപ്പോൾ ഇക്കാക്ക് ഡ്യൂട്ടി അന്ന് കോണോമ്പാറ ക്യാമ്പിലായിരുന്നു. അപ്പോൾ ഇക്കാക്ക അവിടെ കോണോമ്പാറ ക്യാമ്പിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇക്കാക്കാനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പെർമിഷൻ വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പെർമിഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഇക്കാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോരി, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിട്ടോ. കയറി ചെല്ലുന്നത് ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല വരിക്ക് നല്ല കശുവണ്ടിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കശുവണ്ടിൻ്റെ മരങ്ങളുണ്ട്. പിന്നെ കുറേ കൃഷിയും കാര്യങ്ങളും. പിന്നെ അവിടെ പോലീസുകാരവിടെ ട്രെയിനീസ് അവിടെ ഇങ്ങനെ ഒരു ചിട്ടയായിട്ട് വരി ഡിസിപ്ലിനായിട്ട് ഇങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ക്യാമ്പാണല്ലോ. അപ്പോൾ പഴയൊരു കുറേ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇക്കാക്ക ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറിക്കണമെന്ന് പറഞ്ഞപ്പോൾ. ഇക്കാക്കാൻ്റെ പേര് മർസൂഖ് എന്നാട്ടോ, മർസൂഖ് കോടാലി. ഇക്കാക്ക മുൻ സന്തോഷ് ട്രോഫി പ്ലെയറാണ്, ഫുട്ബോൾ പ്ലെയർ ആട്ടോ ഇക്കാക്ക. ഒരുപാട് കൃഷിയും കാര്യങ്ങളും കേട്ടോ അവിടെ ഒക്കെ. അവിടെ അവർ ചെയ്യണത് തന്നെയാണ്. പഴയ ബിൽഡിംഗ് ആണെങ്കിലും അതൊക്കെ പക്ക അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്താത്താക്ക് ഓൾറെഡി ഇങ്ങോട്ട് വന്നിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ഇത്താത്ത ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. പോലീസുകാരൊക്കെ കാണുമ്പോൾ ഒരു പേടി പോലെ കേട്ടോ. അങ്ങനെയല്ല, അവർ തോക്കും പിടിച്ചിട്ട് അവർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു പേടി പോലെ. ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ട്രെയിനീസ് ഇവിടെ താമസിക്കണത്. അവിടെ അവരെ ഷൂസും കാര്യങ്ങളൊക്കെ നല്ല ഡിസിപ്ലിനായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. അവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വരാമെന്ന് കരുതി കാക്കാൻ്റെ അടുത്തേക്ക്. പ്രോഗ്രാം പരിപാടി കഴിഞ്ഞിട്ട് ഏകദേശം അവൻ്റെ പ്രോഗ്രാം ആവാനായിട്ടുണ്ട്. എന്തായാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാണാൻ പറ്റി. അത് എല്ലാവർക്കും അങ്ങനെ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊരു പെർമിഷൻ കിട്ടി, ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇതാട്ടോ ഫയറിങ് പോയിൻ്റ്. അവർ ഫയർ ചെയ്യണ പ്ലേസാണിത്. മോന് ഉറങ്ങുക കേട്ടോ. മോന് ഉറങ്ങി, കാർന്ന് അവൻ ഉറങ്ങി. കൂട്ടിലങ്ങാടി റെയിൻബോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടോ അവൻ്റെ പരിപാടി ഉള്ളത്. അവൻ CMAക്ക് പഠിക്കുകയാണ്, CMA ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ICMS ഇൻസ്റ്റിറ്റ്യൂട്ടിലാട്ടോ അവന്. അപ്പോൾ ICMSൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ പോണത്. അവൻ്റെ ഒപ്പനക്കാണ് അവനുണ്ടായിരുന്നത്, ആൺകുട്ടികളെ ഒപ്പന. അതിൽ മണവാളനെ ഇനി, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കാണണം കരുതി പോകുന്നത്. അവിടെ പരിപാടി നടന്നുകൊണ്ട് കേട്ടോ.
എല്ലായിടത്തും ഭയങ്കര മാസ്സായിട്ടുള്ള എൻട്രി കേട്ടോ, എല്ലാ ഡാൻസിൻ്റെ ഫസ്റ്റും. ഞങ്ങൾ ചെന്ന് 4ാമത്തെ പ്രോഗ്രാമായിരുന്നു അവൻ്റെത്. അപ്പം ഞങ്ങൾക്ക് അവൻ്റെ പ്രോഗ്രാമിൻ്റെ മുന്നേ 3 പ്രോഗ്രാമിൻ്റെ കാണാൻ പറ്റി. രസമുണ്ടായിരുന്നു കേട്ടോ, ചിലതൊക്കെ രസമുണ്ടായിരുന്നു. ബട്ട് അവിടെ ഏറ്റവും ഹൈലൈറ്റ്, ഞങ്ങൾ വന്നിട്ട് പരിപാടി കണ്ടതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം അവൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഇക്കാക്കാൻ്റെ മോനാട്ടോ. ഓരോ കോപ്രയങ്ങളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് അവൻ്റെ പ്രോഗ്രാമാണ്. ഇവരെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മലബാർ വെഡ്ഡിങ്ങിന് കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഒപ്പനായിരുന്നു കേട്ടോ. ഈ സദസ്സിൽ നടത്താൻ പോകുന്നത് ജാഫറിൻ്റെ മകൻ സനാൻ്റെയും അബ്ദുൽ റഹ്മാൻ്റെ മകൻ ഷിഫാൻ്റെയും നിക്കാഹ് ചടങ്ങാണ് ഈ സദസ്സിൽ നടത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മണവാളനാണ് എൻ്റെ ഇളച്ചൻ മീൻസ് ഹസ്ബൻഡിൻ്റെ അനിയൻ. പറഞ്ഞതൊക്കെ കറക്റ്റാട്ടോ, അവൻ്റെ പേരും ആപ്പാൻ്റെ പേര് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ചിരി എടുക്കാൻ വയ്യായിരുന്നു. ഈ ഒപ്പന വീഡിയോ മുഴുവൻ കണ്ടോളി കേട്ടോ, നല്ല രസമുണ്ട്, നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം. ഷിഫാന എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തി തന്നു. നിങ്ങളുടെ മകൾ ഷിഫാന എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് എനിക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്തു തന്നതിന് ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ സുഖപ്പെട്ടു. മണവാളച്ചക്കൻ്റെ പേര് സനൻ എന്നാട്ടോ, സോനു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ പരിപാടി കാണാൻ കുഞ്ഞാമ്മയും ആപ്പയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കണം. ചിരിച്ചൊരു വിധായിട്ടോ. ഞാൻ ഓൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, കാരണം ഓൻ പൊതുവേ സൈലൻ്റാണ് ആൾ. ബട്ട് അതൊക്കെ എനിക്ക് തെറ്റി, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാട്ടോ. അതെ ആരും പോകരുത്, കല്യാണ സീസിൽ ഹാർഡ് സീസ് തുടങ്ങി. ഇപ്പോൾ വാങ്ങിയ എല്ലാവരും വരുട്ടോ. ഇനി കേട്ടോ ബ്രൈഡിൻ്റെ എൻട്രി പക്ക നമ്മളെ കല്യാണങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. ശരിക്കും കോമഡി ആയിരുന്നു കേട്ടോ പരിപാടി. എനിക്ക് മോനെ കൊണ്ട് പോരുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനി അവനെ ഇടങ്ങേറാക്കോ ബുദ്ധിമുട്ടാവുന്നൊക്കെ. ബട്ട് വന്നത് എന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നിട്ടോ. പിന്നെ ചെക്കന്മാരുടെ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ബ്രൈഡിൻ്റെയും ചെക്കൻ്റെയും എൻട്രി ഉണ്ട്, അവിടെ ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതുവരെയൊക്കെ ഞാൻ ഫുള്ള് അടിച്ചു വിട്ടിട്ട് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്.
അയ്യോ കോമഡി പരിപാടിയാണ് കേട്ടോ, ചിരിച്ച് ചിരിച്ചൊരു. പിന്നെ അതിനുശേഷം കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1-2 കണ്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. കുറച്ച് പരിപാടി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു. കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അവൻ്റെ പ്രോഗ്രാം കാണാൻ അത്രയും ഞങ്ങൾ കരുതിയിട്ടുള്ളായിരുന്നു. എന്തായാലും വന്നതിൽ കാര്യമുണ്ടായി. ശരിക്കും കാണേണ്ടതായിരുന്നു എൻ്റെ പരിപാടി. ഇത് അവിടെ പ്രോഗ്രാം എടുക്കുമ്പോൾ ഹാനി ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ മക്കാനി കയറി കേട്ടോ. മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിലുള്ള ചായ മക്കാനി കയറി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇക്കാക്കാൻ്റെ അടുത്തേക്ക് തന്നെ കേട്ടോ. വീണ്ടും കോണാമ്പാറ ക്യാമ്പിൽ തന്നെ ഞങ്ങൾ പോയത്. ഇക്കാക്കാൻ്റെ ഡ്യൂട്ടി ഏകദേശം കഴിയാനായിരുന്നു. അപ്പോൾ ഇക്കാക്ക ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളവിടെ ക്യാമ്പിലെത്തിയപ്പോൾ ട്രെയിനീസ് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. ഇക്കാക്ക അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അതിൻ്റെ ചുറ്റുഭാഗവും കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം സോനുവിൻ്റെ പ്രോഗ്രാം ഫോണിൽ കണ്ട് ആസ്വദിക്കുന്നതാട്ടോ ഈ കാണുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.